ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل ادعوا الله أو ادعوا الرحمن أيما تدعوا فله الأسماء الحسنى ولا تجهر بصلاتك ولا تخافت بها وابتغ بين ذلك سبيلا. മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിനെ ശരിക്ക് മനസ്സിലാക്കുക, അറിയുക എന്നത് അത്യാവശ്യമാണെന്നും അവനെ നന്നായി അറിയുന്നവർക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ നമ്മിലുണ്ടോ എന്ന് പരിശോധിക്കണമെന്നുമാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ നമ്മൾ പഠിച്ചു വന്നത്. കാരണം അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ ഈമാനും അമലും നമുക്ക് ശരിക്കും ഉറപ്പിച്ചു നിർത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ വചനമായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മൾ പഠിച്ചു. കുറച്ചൊക്കെ നമ്മുടെ മനസ്സിൽ അതിനൊരു ബോധ്യം വരുത്താൻ നമ്മൾ ശ്രമിച്ചു. എന്തുകൊണ്ട് അൽഹംദുലില്ലാഹ്? സർവസ്തുതിയും അല്ലാഹുവിന് മാത്രം എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതിന്റെ 1-ാമത്തെ ന്യായമാണ് അവൻ അൽഹംദു എന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞത് റബ്ബുൽ ആലമീൻ ആണെന്നത്. മാത്രമല്ല, അല്ലാഹു മാത്രമാണ് റുബൂബിയ്യത്തിന് അർഹനെങ്കിൽ അടുത്ത 2 കാരണങ്ങൾ പറയുന്നത് അവൻ റഹ്മാനാണ്, അവൻ റഹീമാണ്.
അള്ളാഹുവിന്റെ റുബൂബിയത്ത് അത് കാരുണ്യത്തിൽ അധിഷ്ഠിതമാണ്. അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം എന്ന് പറയുന്നത്. ഖുർആനിലെ റഹ്മാൻ റഹീം ഈ രണ്ട് പദം നമ്മൾ വളരെ ഭംഗിയായി പഠിക്കേണ്ട ഒരു സാധനമാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് ഇസ്രായിലെ 110-ാമത്തെ വചനം. റഹ്മാൻ, നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചോളി. റഹ്മാൻ, അല്ലെങ്കിൽ റഹ്മാനായ റബ്ബിനോട് തേടിക്കോളി. നിങ്ങൾ ഏത് പേരിൽ വിളിച്ചാലും അള്ളാഹുവിന് ഒരുപാട് മഹത്തരമായ നാമങ്ങളുണ്ട്. ഖുർആനിലെ റഹ്മാൻ എന്ന വാക്ക് 57 തവണയും റഹീം എന്ന പദം 114 പ്രാവശ്യവും വന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ ചില വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു വളരെ മുഅജ്ജത്തുണ്ട് എന്ന് നമുക്ക് വാക്കുകൾ അതിൽ വന്ന പദങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ അതിന്റെ കോർവ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കളയും. അള്ളാഹുവിന്റെ മഹത്തായ അതിമഹത്തായ ഗുണവിശേഷണമാണ് റഹ്മത്ത് എന്ന് പറയുന്നത്. ആ റഹ്മത്തിന്റെ അർത്ഥം പറയണ്ടല്ലോ. അതിൽ നിന്നാണ് റഹ്മാൻ റഹീം എന്നുണ്ടാകുന്നത്. കാരുണ്യം എന്നാണ് നമ്മൾ അതിന് സാധാരണ മേഴ്സി എന്നാണ് നമ്മൾ അർത്ഥം പറയാറുള്ളത്. പക്ഷേ റഹ്മത്ത് എന്ന പദം അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അത് കേവലം കാരുണ്യം എന്ന അർത്ഥത്തിൽ മാത്രമല്ല അത് ഉപയോഗിക്കുന്നത്. മറിച്ച് ഉലമാ അതിന് പഠിപ്പിക്കുന്ന എന്തറിയോ? എല്ലാ വാക്കുകളും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ. അർ-റഹ്മത്തു ഹിയ അർ-റിഖ വശഫഖ വൽഹനാൻ വൽഅത്ഫ് വറഅഫ. ഇതെല്ലാം ഉൾച്ചേർന്ന പദമായിട്ടാണ് ഈ റഹ്മാൻ റഹീം മാറുന്നത്. എന്തൊക്കെയാണ് അതിന്റെ അർത്ഥം? അർ-റിഖ എന്ന് പറഞ്ഞാൽ ആർദ്രത, ശഫഖത്ത് എന്ന് പറഞ്ഞ ദയ, ഹനാൻ എന്ന് പറഞ്ഞ അനുകമ്പ, അത്തുഫ് എന്ന് പറഞ്ഞാൽ വാത്സല്യം, റഅഫത്ത് എന്ന് പറഞ്ഞാൽ അലിവ്. എന്നുവെച്ചാൽ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടുന്ന ഒരു വ്യത്യസ്തമായ തലങ്ങളാണ്. ഇതെല്ലാം ഉൾച്ചേർന്ന പദത്തിനാണ് നമ്മൾ എന്തു പറയാന്നറിയാമോ? റഹ്മത്ത് എന്ന പദം പറയാം. എന്ന് വെച്ചാൽ ഇതെല്ലാം അതിന്റെ പരമമായ തലത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. അല്ലാഹ് റഹ്മാനാണ് റഹീമാണ് എന്ന് പറയുമ്പോൾ ഉടനെ ഉലമാ ഈ പദത്തിൽ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. ഹുവർ റഹ്മാനുർ റഹീം എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ അർഹമു മിൻഹു ഫിൽ ആലം, ലോകത്ത് അവനേക്കാളും അത്യധികം കാരുണ്യം കാണിക്കുന്ന ഒരാളില്ല. അങ്ങേ അറ്റത്തെ കാരുണ്യം, അതിനപ്പുറം മറ്റൊരു കാരുണ്യമല്ല അല്ലെ? അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഹുവ അർഹമുർ റഹീമീൻ ദുർ റഹ്മത്തുൽ വാസിഅ അല്ലതി ലാ ഗായത ബഅദഹ ഫിർ റഹ്മ അല്ലതി ലാ ഗായത ബഅദഹ. അതിനപ്പുറം റഹ്മത്ത് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ഇനിയില്ല. ഇനി വിശദീകരിക്കുന്നുണ്ട്. അർഹമു ബിനാ മിൻ കുല്ലി റഹീം. ഈ പ്രപഞ്ചത്തില് അള്ളാഹുവിനോളം നമ്മോട് കാരുണ്യം കാണിക്കുന്ന ഒരാളില്ല. നമുക്ക് ആദ്യം ഫീൽ ചെയ്യാറുടെ അനുഭവങ്ങളാണ് നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, അല്ലെ, നമ്മുടെ മക്കള്. അള്ളാഹ് എങ്ങനെ അറിയാം? റസൂലുള്ള പഠിപ്പിച്ചു തരുന്നത് പിന്നെ നമ്മുടെ മിൻ അബായിന വ ഉമ്മഹാത്തിന വ ഔലാദിന ബൽ മിൻ അൻഫുസിന. നമുക്ക് നമ്മളോടൊരു പ്രിയ ഉണ്ടല്ലോ, ആണല്ലോ ലോകത്തെ ഏറ്റവും പ്രധാനം. നമുക്ക് എന്ത് നമ്മൾ കഴിഞ്ഞിട്ട് തന്നെ ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ പറയലാണ്. എങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി അനുഭവിക്കുന്ന ആ ഇഷ്ടത്തെക്കാൾ അപ്പുറം പടച്ചവൻ നമ്മോട് അങ്ങേയറ്റം സ്നേഹം കാണിക്കുന്നവനാണ്. സ്വാഭാവികമായും നമുക്കൊക്കെ ഉള്ളിൽ രണ്ട് സംശയം വരാം. ഈ രണ്ട് നാമങ്ങൾ തമ്മിൽ വല്ല വ്യത്യാസവും ഉണ്ടോ? ഇങ്ങനെ ഒന്ന് വിശദമായി പറയുന്നത് നമ്മളിതൊക്കെ പഠിച്ചു പോയതായിരിക്കും. എന്നാലും ഇതിന്റെ ഒരു തിരിച്ചറിവ് ഉള്ളിൽ കിട്ടിയാൽ മാത്രമാണ് സഹോദരങ്ങളെ റഹ്മാൻ എന്ന പദം നമ്മൾ പറയുമ്പോ അത് 100% അനുഭവിക്കാൻ കഴിയണം. നമ്മളോട് തേടാൻ പറഞ്ഞല്ലോ, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. നമ്മൾ എപ്പോഴൊക്കെ തേടേണ്ടതാ? റമളാൻ മാസത്തിലാണ് പല പള്ളികളിലും നമ്മളിത് കേൾക്കുക. നമ്മളും മനസ്സിലാക്കിയിരിക്കണം. എന്താ അറിയോ? അല്ലാഹുമ്മ യാ അർഹമർ അല്ലാഹുമ്മ റഹ്മനി
യാ അർഹമർ റഹീം എന്ന് പറഞ്ഞ റമളാനൊന്നും വന്നില്ലല്ലോ എന്നാ. ഇത് റമളാനിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയല്ല. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പടച്ചവനോട് നമ്മൾ തേടണം. എന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പിന്നീട്, ഒന്നുകൂടി ഓർത്തെടുക്കാൻ നമുക്ക്. കാരുണ്യം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ റഹിമ റാഹിം. റാഹിം എന്ന് പറഞ്ഞാൽ കാരുണ്യം ചെയ്യുന്നവനായി. എന്നാൽ ഇവിടെ ഭാഷാ നിയമത്തിൽ റഹ്മാൻ റഹീം എന്ന് പറയുന്നത് അത് അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്കാണ് ഈ വാക്ക് ഉപയോഗിക്കുക. അറബിയിൽ അതിന് സിഗത്തുൽ മുബാലഗ എന്ന് പറയും. അതിന് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള അർത്ഥത്തിനാണ് അത് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ അള്ളാഹു നമ്മോട് കാണിക്കുന്ന കാരുണ്യം ഈ ലോകത്താർക്കും നമ്മോട് കാണിക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, കാരുണ്യത്തിന്റെ തീവ്രഭാവത്തെ അള്ളാഹു അവന്റെ സ്ഥായി ഭാവമായി സ്വീകരിച്ചിരിക്കുന്നു. കതബ അലാ നഫ്സിഹി റഹ്മ. അവൻ റഹ്മത്തി വസിഅത് കുല്ല ശൈഇൻ. എത്ര ആയത്തുകളാണെന്നറിയാം ഈ രൂപത്തിലുള്ള അർത്ഥത്തിലുള്ളത്. അപ്പോ റഹ്മാനും റഹീമും അർത്ഥം പറയുന്നിടത്ത് ഉലമാവ് പറയണത് റഹ്മാനു ദുനിയ റഹ്മത്തു റഹീമുൻ ഫിൽ ആഖിറ. നേരെ പഠിക്കണേ. ഒന്ന് റഹ്മാനു ദുനിയ റഹീമുൽ ആഖിറ. ഭയങ്കര വിഷയമുണ്ടതില്ലേ. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാന്റെ റഹ്മത്ത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ബാക്കി നമുക്ക് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ലോകത്ത് ഭൂമിയിൽ നിന്ന് അള്ളാഹുവിലേക്ക് ആദ്യം ഉയർന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. ആദം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന എങ്ങനെയാ? റബ്ബന ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങൾ സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയി റബ്ബേ, ഇനി വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്കത് പുറത്തു തരുന്നില്ലെങ്കിൽ വതർഹംനാ, നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞു തരുന്നില്ല എന്നുണ്ടെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ആ റഹ്മത്ത് ഞങ്ങളുടെ മേൽ പൊതിഞ്ഞില്ലെങ്കിൽ ഞങ്ങളായിരിക്കും ലോകത്തെ ഏറ്റവും വലിയ നഷ്ടകാരികൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് അള്ളാന്റെ റഹ്മത്ത് കരസ്ഥമാക്കാൻ നമുക്ക് കഴിയണം. അതിനൊരു കഠിന യത്നം നമുക്ക് ആവശ്യമാണ്. ഇങ്ങനെ പറയുമ്പോൾ ഈ രണ്ട് കാരുണ്യങ്ങളും തമ്മിൽ അത്ഭുതകരമായ വ്യത്യാസങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹുവിനെ നമുക്കൊക്കെ അറിയുന്നതാണ്, ഓർമ്മപ്പെടുത്തി തരുന്നത്. ഒന്നുകൂടി നന്നായിട്ട് ആഴത്തിലേക്ക് പോകണം ചിന്ത. അള്ളാഹുവിന്റെ 100% കാരുണ്യത്തെ 100 ഭാഗിച്ചിട്ട് അതിൽ ഒരെണ്ണം മാത്രം എടുത്തിട്ട് ബാക്കി 99 ഒരു ഭാഗത്ത് വെച്ച് പടച്ചവൻ എന്ത് ചെയ്തു? അത് ജിന്നും മനുഷ്യരും മൃഗങ്ങളും ജീവജാലങ്ങൾ എല്ലാത്തിനിടയിൽ ആ 1% വിരിച്ചു കൊടുത്തു. എന്നിട്ട് അവ തമ്മിൽ കാണിക്കുന്ന ദയയും സ്നേഹവും കാരുണ്യങ്ങളും അതിന്റെയൊക്കെ ഭാഗമാണല്ലോ. നിങ്ങൾ നോക്ക്, ബാക്കി 99 ഭാഗവും അള്ളാന്റെ അടുക്കലാണുള്ളത്. ഈ നമ്മൾ ഒരു ചെറിയൊരംശം നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ഇണകൾക്കും മാതാപിതാക്കൾക്കും ഇങ്ങനെ ഓരോന്നിനിടയിൽ വെച്ചു കൊടുത്തപ്പോ ആ കാണിക്കുന്ന കാരുണ്യവും ഇഷ്ടവും സത്യത്തിൽ നമുക്ക് ഇന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ ആ 99 മനസ്സിലാക്കാൻ നമുക്കിന്ന് സാധിക്കുമോ? ഈ ലോകത്ത് 8.7 മില്യൺ അഥവാ 87 ലക്ഷം ജീവവർഗങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിൽ 10 ലക്ഷത്തോളം സസ്യവർഗങ്ങളാണ്, 77 ലക്ഷം ജന്തുവർഗങ്ങളാണ്. ഈ ജന്തുവർഗങ്ങളെല്ലാം സ്വന്തം മക്കളോടും വർഗങ്ങളോടും പരസ്പരം കാണിക്കുന്ന ആ സ്നേഹം മാത്രം ഒന്ന് ഓർത്തു നോക്കുക. തന്റെ കാലിന് കീഴെ കിടക്കുന്ന ചെറിയ കുഞ്ഞ്, ആ കുഞ്ഞിന്റെ മീതെ തന്റെ കുളമ്പ് കൊള്ളുമോ കാല് കൊള്ളുമോ എന്ന ആ ബേജാറ് കൊണ്ടായിരിക്കാം അത് തട്ടാതിരിക്കാൻ നമ്മൾ സാധാരണഗതിയിൽ ബുദ്ധിയില്ലെന്ന് പറയുന്ന ആ പശു പോലും കാലുയർത്തിപ്പിടിക്കുന്നത് ആ കാരുണ്യം കൊണ്ടല്ലേ? ഈ കാരുണ്യം ഞാൻ നീട്ടി പറയല്ല, ഈ ജാതി എല്ലാ കാരുണ്യവും പാടെ നമ്മൾ അനുഭവിച്ചതും ലോകം അനുഭവിച്ചു കഴിഞ്ഞതും ഇനി അനുഭവിക്കാനിരിക്കുന്നതൊക്കെ പാടെ കൂടി ഒരു പാത്രത്തിലിട്ടു.
ബാക്കി 99 കൂടി ഒന്ന് വെച്ചിട്ടൊന്ന് ഇങ്ങനെ തുലനം ചെയ്ത് നോക്കിയാൽ ആ 99 സ്വർഗസ്ഥരായ ആളുകൾക്ക് മാത്രമായി റഹീമായ റബ്ബ് മാറ്റിവെച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സ്നേഹത്തിന്റെ തോത് മനസ്സിലാക്കാൻ കഴിയാത്ത നമ്മൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയോ? ഇന്നല്ലാഹ ലദൂ ഫളിൻ അലന്നാസി വലകിൻ അക്സറന്നാസി ലാ യസ്കുറൂൻ. അർത്ഥം ശ്രദ്ധിക്കണേ. അല്ലാഹു ലദൂ ഫളിൽ, അങ്ങേയറ്റം ഫളിൽ ചൊരിഞ്ഞു കൊടുക്കുന്നവനാ മനുഷ്യർക്ക്. വലകിൻ അക്സറന്നാസി ലാ യസ്കുറൂൻ, പക്ഷെ അധിക ജനങ്ങളും നന്ദിയില്ലാത്തവരാ. തോന്നണ ഇനിങ്ങളൊക്കെ ചേർത്തിട്ടായിരിക്കുമല്ലോ അള്ളാഹു പറഞ്ഞിട്ടുണ്ടാവുക. തന്നിൽ വിശ്വസിക്കുന്നവനെന്നോ വിശ്വസിക്കാത്തവനെന്നോ, നന്ദി കാണിക്കുന്നവരെന്നോ നന്ദി കാണിക്കാത്തവരെന്നോ ഒന്നും പരിഗണിക്കാതെ തന്റെ റഹ്മത്തിനെ കുറിച്ച് ചിന്തിക്കാത്തവർക്ക് വരെ ഇടമുറിയാത്ത റഹ്മത്ത്, കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നവൻ, അതാണ് റഹ്മാൻ എന്ന പദം. ഈ റഹ്മത്ത് അംഗീകരിക്കാൻ പലർക്കും പ്രയാസം ഉണ്ടാവും. ഞാൻ വേറെയുള്ള ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കാരണം മക്കത്തെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. പക്ഷെ അവർ അംഗീകരിക്കാതെ പോയത് റഹ്മാൻ എന്ന ആ ഗുണവിശേഷണമാണ്. ആ ചരിത്രങ്ങളെ, സംഭവങ്ങളെ നിങ്ങൾ ഓർത്തെടുക്കുക. രണ്ട്, നമ്മൾ ചിന്തിക്കേണ്ട എന്താന്ന് ചോദിച്ചാൽ, നമ്മളെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി. മക്കത്തെ മുശ്രിക്കുകൾ എല്ലാവരും അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മളെങ്ങനെ കഥ? ഒരു ശ്വാസം എടുത്ത് അടുത്ത ശ്വാസം വരെ ഉള്ള ആ ചെറിയ സമയമുണ്ടല്ലോ, ആ സമയം വരെ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് വേണം. ഒരക്ഷരം പറഞ്ഞ് അടുത്ത അക്ഷരം പറയാൻ അള്ളാഹുവിന്റെ കാരുണ്യം വേണം. ഒരടി വെച്ച് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ അള്ളാഹുവിന്റെ കാരുണ്യം വേണം. ഒരിറക്ക് വെള്ളം കിട്ടാൻ പടച്ചവന്റെ കാരുണ്യം വേണം. ആ വെള്ളം കുടിക്കണമെങ്കിൽ, അത് വിസർജ്യമായി പുറത്തു വരണമെങ്കിൽ അള്ളാന്റെ കാരുണ്യമാണ്. ഒക്കെ അങ്ങനെ ഉണ്ടല്ലോ. ഒന്ന് ചലിക്കാൻ, ഒന്ന് ഇരിക്കാൻ, ഒന്ന് നടക്കാൻ, ഒന്ന് നിവരാൻ, ചിരിക്കാൻ, കാണാൻ, ഭക്ഷിക്കാൻ, എന്തിനും ഏതിനും അള്ളാന്റെ റഹ്മത്ത് വേണ്ടേ? ഇടതടവില്ലാതെ ആ റഹ്മത്ത് നമുക്ക് കിട്ടണം. എത്ര നിസ്സാരമായ കാര്യങ്ങൾ പോലും അള്ളാന്റെ കാരുണ്യമില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടതെന്നറിയോ? ഈ ബോധം, അത് പറയാനാ ഞാൻ അത് പറഞ്ഞത്. ഈ ബോധം നമ്മുടെ മനസ്സിൽ കയറിയാൽ അള്ളാഹുവിനോടുള്ള വിധേയത്വം, ആ ഇബാദത്തിന്റെ ഗ്രാഫ് നമ്മുടെ മനസ്സിൽ വളരും. ഈ ബോധം പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടതുകൊണ്ടാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തേടിയത്. എങ്ങനെ? അല്ലാഹുമ്മ റഹ്മതക അർജൂ വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. റബ്ബേ, നിന്റെ മുഴുവൻ റഹ്മത്തും സദാസമയം ഞാൻ ആഗ്രഹിക്കുന്നു. റബ്ബേ, ഒരു സെക്കൻഡ് പോലും വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഞാൻ മറ്റൊരു ഭാഗത്ത് ആ പ്രാർത്ഥന നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നിങ്ങൾ പഠിച്ച പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണോ? ഈ വാക്ക് വെച്ച് തേടണോന്നാ. അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസു. അതിന്റെ കൂടെ പറയണം, അല്ലാഹുമ്മ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഈസു റബ്ബേ വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഹയ്യും ഖയ്യൂമും മറ്റൊരു ഭാഗത്ത് വിശദീകരിക്കാം. ആ വാക്ക് വെച്ചിട്ട് അള്ളഹാനോട് തേടിയാൽ അള്ളാഹ് പിന്നെ തട്ടൂലാന്നാ. എന്നിട്ട് എന്താ പറയുന്നറിയോ? പടച്ചോനെ, നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിന്നോട് സഹായം ചോദിക്കാം. ഒരു സെക്കൻഡ് പോലും, ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തിന് പോലും എന്റെ പ്രശ്നങ്ങളെ എന്നെ ഏൽപ്പിച്ചു തരരുത് റബ്ബേ. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത് അംഗീകരിക്കുന്നവരാ. അംഗീകരിച്ചവർ തന്നെ, ഇതൊന്ന് നമ്മളെ പോസ്റ്റ്മോർട്ടം ചെയ്യാം. അംഗീകരിച്ചവർ തന്നെ പല അളവിലാണ് അല്ലെ? നമുക്ക് തന്നെ പലപ്പോഴും ആ അംഗീകാരത്തിന്റെ തിളക്കം കിട്ടാറില്ല. സത്യല്ലേ ഞാൻ പറഞ്ഞത്? റഹ്മാൻ എന്ന പദത്തിന്റെ തിളക്കം സമ്പൂർണമായി ഒന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒന്ന് ആലോചിച്ചു. ഒരു 60-70 വയസ്സ് വരെ ജീവിച്ചിട്ട് വലിയ രോഗങ്ങളൊന്നുമില്ലാതെ അങ്ങനെ പോയി
പെട്ടെന്നൊരു അസുഖം വന്നാൽ നമ്മൾ പലരും ഒക്കെ പറയാൻ ചിലപ്പോ നമ്മൾ തന്നെ പറയുണ്ടാവും, എന്താണാവോ മരുന്നും ചികിത്സകളും പ്രാർത്ഥനകളും ഒന്നും ഇപ്പൊ ഫലപ്പെടുന്നില്ല. അള്ളാഹിനെ കുറിച്ച് എന്തോ ഒരു വെറുതെ പറയാണ്. എന്നാലും ആ പറച്ചിലിൽ ഒരു തൃപ്തി കുറവില്ലേ? ചിലര് മെല്ലെ പറയും, ചിലര് മനസ്സിൽ പറയും. അള്ളാഹുവിനോട് ഇഷ്ടക്കുറവ്, കൃത്യമായി കൂറു പുലർത്താൻ കഴിയാതെ വരിക. ഇബാദത്തുകൾ ചെയ്യാനുണ്ട്, നിസ്കാരമൊക്കെ ഉണ്ട്. എന്നാലും സമ്പൂർണമായി അള്ളാഹുവിന് മനസ്സ് കൊടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയില്ല. എന്തെല്ലാം കേട്ടാലും ശരി, പ്രിയപ്പെട്ടവരെ, സ്വന്തമായ അനുഭവങ്ങളാവും ചിലപ്പോ നമ്മുടെയൊക്കെ കണ്ണു തുറപ്പിക്കുക. നോക്കിയേ, ഒരു കാരണവശാലും ഞാൻ അവിടുന്ന് രക്ഷപ്പെടും എന്ന് വിചാരിച്ചതേയല്ല. പക്ഷേ ഞാൻ കണക്കാക്കാത്ത വഴികളിലൂടെ എനിക്ക് അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ഇങ്ങനെ കിട്ടിയിട്ട് ഞാൻ എന്തപ്പോ അൽഹംദുലില്ലാ അവിടുന്ന് രക്ഷപ്പെട്ടു പോന്നു. അങ്ങനെ പറയുന്ന സന്ദർഭങ്ങളിലെ ചെയ്യും. ഞാൻ ഓർത്തെടുക്കാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി? ആര് രക്ഷപ്പെടുത്തി? നമ്മളെ പേടിച്ചിട്ടാണോ? എനിക്കറിയില്ലാന്ന്. അങ്ങനെ നടന്നു പോകുന്നുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ നടന്നു പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന് മാത്രം പ്രശ്നങ്ങളുണ്ട് എന്റെ ജീവിതത്തില്. പക്ഷേ എന്റെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ഓരോന്ന് വരുന്നതിന് മുമ്പ് അതങ്ങനെ മാറിപ്പോകും. എന്റെ റബ്ബ് എനിക്ക് നടത്തി തരുന്നതാണ് എന്ന് പറയും നമ്മള്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ എന്ത് പറയുന്നറിയോ? കുറച്ചൊക്കെ കിട്ടി ഉഷാറായി കഴിഞ്ഞാല് വെറുതെ കിട്ടിയതൊന്നുമല്ല, ഞാൻ നല്ല അധ്വാനിച്ച് കിട്ടിയതാ. അത് പ്രസംഗിക്കാൻ വേണ്ടി പറയല്ല, ഞാൻ നിങ്ങളൊന്ന് മനസ്സിൽ എടുത്തു വെക്കാൻ പറയാ. ഞാൻ എത്ര കാലായി എന്നറിയോ അധ്വാനിക്കാൻ തുടങ്ങിയിട്ട്? ആദ്യം പറഞ്ഞ വാക്കൊക്കെ പിന്നെ നമ്മൾ മെല്ലെ ഇങ്ങനെ മാറിപ്പോയിട്ട് ഞാൻ ആരൊക്കെയാണ് എന്നൊരു തോന്നൽ, അറിഞ്ഞോ അറിയാതെയോ ഇന്റെ കർമ്മഫലം കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് ഇങ്ങനെ എത്തിയത് എന്നാണ് അല്ലെ. അള്ളാന്റെ റഹ്മത്താണ് എന്ന് പറയാൻ മെല്ലെ നമ്മിൽ പലരും മറക്കും. അവിടെ അല്ല പറഞ്ഞത് റഹ്മാൻ. എന്തിനാണ് ആ റഹ്മാൻ അങ്ങനെ ചേർത്തിന്നറിയോ? എന്തിനു വിളിക്കണം? ഓർത്തെടുത്തു നോക്ക്. നമ്മളിൽ പലരും ഇപ്പൊ എവിടെയാണ് വന്നിരിക്കുന്നത് എന്നൊരു ബോധ്യമുണ്ട്. എവിടേക്കാണ് പോകേണ്ടതെന്ന് നമുക്ക് പറയാം. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇങ്ങനെ നോക്കി നമ്മൾ എവിടേക്കാ പോകേണ്ടതെന്ന് അറിയാം. പക്ഷെ ഞങ്ങൾ നോക്കി, ഈ പള്ളിയിലേക്ക് വന്ന ഒരു മനുഷ്യനെ, അയാൾക്ക് എന്തോ ഒരു പെട്ടെന്നൊരു ഓർമ്മക്കുറവുണ്ട്. ഒരു അൽഷിമേഴ്സ് വന്നു. എന്താ പേര് എന്ന് ചോദിച്ചാൽ അറിയില്ല, എവിടെ നിങ്ങൾ വന്നതെന്നറിയില്ല, നിങ്ങളുടെ വീട് എന്താ ഒന്നും അറിയില്ല, ഒന്നുമില്ല. നമ്മൾ അങ്ങനെ ഒരു മനുഷ്യനെ നമ്മുടെ മുമ്പിലുണ്ട് കണ്ടാൽ സത്യത്തിൽ നമ്മൾ എന്താ ചെയ്യാ? ഞാൻ ആലോചിക്കാൻ പറഞ്ഞു നോക്ക്. നമ്മൾ തന്നെ ആണെങ്കിൽ നമ്മളുള്ളതൊക്കെ ഉണ്ട് മറന്നുപോയി നോക്കുക. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാം? നമ്മളെ എന്തെങ്കിലും ഒരു വിസർജ്യത്തിന്റെ ഒരംശം നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലും കൂടി ഉണ്ട് എന്ന് വിചാരിച്ചോളി. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ എന്ന് പറയാൻ അറിയോ, ഏത് കണ്ണിൽ ചോരയില്ലാത്തൊരു മനുഷ്യന്മാരാണ് ഈ പാവത്തിനെങ്ങനെ വിട്ടിരിക്കുന്നത്, പടച്ചോനെ എന്താ ചെയ്യാ എന്ന് പറഞ്ഞ് അവരുടെ കുടുംബത്തെ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ കുറ്റം പറയുന്നുണ്ടാവും. സത്യത്തിൽ അങ്ങനെ ഒരു മനുഷ്യനെ കണ്ടാൽ നമുക്ക് ഉടനെ ഓർമ്മ വരുമോ? അല്ലാഹുവേ, നീ എനിക്ക് തന്ന ഈ മഹത്തായ അനുഗ്രഹം. 2-3 ആഴ്ചകളിലായി നമ്മൾ ഇതന്നെ ഓർമ്മിക്കുക. ചിലപ്പോ നമുക്കും തോന്നും എന്തിനാ ഇത്ര പറഞ്ഞതെന്നുള്ളത്. ശരിക്കും അല്ലാഹ് അൽഹംദു കഴിഞ്ഞിട്ട് ലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനി അർറഹീം ഇതൊക്കെ ചേർത്ത് എന്തിനാ അല്ലാഹ് തന്നെ പറഞ്ഞിരുന്നറിയോ? ഇത്രയൊക്കെ ഓർത്തിട്ടും നിസ്കരിച്ചിട്ടും നോമ്പ് വെച്ചിട്ടും ചില സമയങ്ങളിൽ റബ്ബേ എന്ന് വിളിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹ് നമ്മളോട് പറയുന്ന ഒരു വാക്കുണ്ട്. ഇമാം ഇബ്നു ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലയുമത്തിഉ ബിന്നിഅമതി മാ ശാ. അല്ലാഹുവിനെ ഉദ്ദേശിക്കുന്ന വിധം നമ്മുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് തന്നുകൊണ്ട് നമ്മളെ സുഖിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഫഇദാ ലം യശ്കുർ ഖല്ലബഹാ അദാബൻ. അതിനനുസരിച്ച് നന്ദി വന്നിട്ടില്ല എന്നുണ്ടെങ്കിലേ ഈ അനുഗ്രഹത്തെ അല്ലാഹു നിഗ്രഹമാക്കി മാറ്റും. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളോടല്ല കേട്ടോ, നമ്മൾ ഇതൊന്നിങ്ങനെ ആലോചിച്ച് നോക്കുക. ഒരു സെക്കൻഡിൽ ഈ ഓർമ്മ അങ്ങ് പോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമുക്ക് നമ്മളെ തന്നെ മതിയാവൂലേ? നമ്മുടെ ബന്ധുക്കൾക്ക് നമ്മളെ മതിയാവൂലേ? അങ്ങനെ മതിയായ എത്ര അനുഭവങ്ങൾ ജീവിതത്തിലില്ലേ? അറിയാതെ
നമ്മുടെ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ ഇങ്ങനെ പോവുക. പ്രിയപ്പെട്ടവരെ, ഇത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു വെറുതെ തന്നതാണ് എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കർശനമായ വിചാരണയുണ്ടാവും. ആ വിചാരണയെ നേരിടാൻ നമ്മുടെ ആഫിയത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും നേരിടാൻ കഴിയില്ല. ഈമാനും അമല് കൊണ്ട് മാത്രമേ നേരിടാൻ കഴിയൂ. എന്ത് ചെയ്തു എന്നൊന്ന് ശരിക്കിരുന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കി, നമ്മളെ അസറും കഴിഞ്ഞു, മഗ്‌രിബും കഴിഞ്ഞു, ഇനിയിപ്പോ എത്ര ഉള്ളത് നമുക്ക് ശരിക്കും അറിഞ്ഞൂടാ. ശാന്തായി ഇങ്ങനെ ആലോചിച്ച് നോക്ക, എപ്പോഴാ തീരാന്നൊന്നും അറിയില്ല. എപ്പോ തീർന്നാലും നമ്മൾ സാധാരണ നമ്മൾ പറയുന്നത് പോലുള്ള ഒരു ചിന്തയിൽ നമ്മൾ വെച്ചു നോക്കിയാൽ പ്രായം കൊണ്ട് നോക്കി നമ്മൾ എവിടെ എത്തി. നമ്മൾ ചെയ്യേണ്ട പല കടപ്പാടുകളും ബാക്കി വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വന്നാൽ എന്തായിരിക്കും നമ്മുടെ ഒക്കെ അവസ്ഥ ഉണ്ടാവുക? പ്രിയപ്പെട്ടവരെ, ആര് നമ്മെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ, ആര് നമ്മോട് ദയ കാണിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മോട് ദയ കാണിക്കുന്നവനാണ് നമ്മുടെ സൃഷ്ടാവായ റബ്ബ്. നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് നമ്മുടെ ധിക്കാരം കടുത്തതായി പോയാൽ അവൻ എന്റെ മകനല്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് നമ്മളെ ഇറക്കിവിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. ഏത് ധിക്കാരിക്കും എന്നാൽ ഇടമുറിയാതെ കാരുണ്യം ചൊരിയുന്നവൻ ആരാ ഈ ലോകത്ത്? ആരാ? യുദ്ധഭൂമിയിൽ വെച്ച് സ്വന്തം മകനെ നഷ്ടപ്പെട്ടിട്ട് ഒരമ്മ അവളുടെ മുടിയാകെ, അതിന്റെ വിശേഷണങ്ങൾ പറയുന്നുണ്ട്, മുടിയാകെ പാറിപ്പറന്ന് അവൾ വസ്ത്രം ശ്രദ്ധിക്കുന്നില്ല, വെപ്രാളപ്പെട്ടുകൊണ്ട് ആ പെണ്ണോടുകയാണ്. ആൾക്കൂട്ടത്തിനിടയിൽ ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോ അതിനെ വാരിയെടുത്ത് തുരുതുരെ ഉമ്മ വെച്ച് തന്റെ മാറിന്റെ ചൂടിലിട്ട് കെട്ടിപ്പിടിച്ച് പാലിങ്ങനെ കൊടുക്കുന്ന കാഴ്ച കണ്ട റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, ആ അമ്മ ആ കുട്ടിയെ വലിച്ചെറിയോന്ന്. നബിയെ തൊട്ടടുത്ത നിമിഷം ആ കാണിച്ച സ്നേഹം, അതിന്റെ ആ ഭീതി എത്രയും നിനക്ക് കിട്ടാഞ്ഞിട്ടായിരുന്നില്ലേ, ഇനി വലിച്ചെറിയോന്ന് ചോദിച്ചപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് ഓതി കൊടുത്തു. സൂറത്ത് ഹജ്ജിന്റെ 1-ാമത്തെ ആയത്ത്, വതദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത് വതലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. പാല് കൊടുക്കുന്ന അമ്മമാര് അവരുടെ മക്കളെ തൊട്ട് അശ്രദ്ധമായി തീരുന്ന സമയം. ഈ ദുനിയാവിൽ നോക്ക്, ഉമ്മാന്റെ അഭിമാനത്തിന്റെ മുമ്പിൽ ചോദ്യചിഹ്നമായി മക്കള് വന്നാൽ ആ മക്കളെ ഈ അമ്മ വലിച്ചെറിയില്ലേ? നമ്മൾ അങ്ങനെ ആലോചിച്ച് നോക്കിയേ. വിലപ്പെട്ട സ്വത്ത് നഷ്ടപ്പെട്ടു പോയിട്ട്, ഞാൻ ആ കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, ആ ഉമ്മ ആ മോനെ സ്നേഹിക്കുന്നതിനേക്കാളപ്പുറം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അത്ര ഇഷ്ടമായിരിക്കുന്നു. ഇനി നിങ്ങളെയും ജീവിതം നമ്മൾ നമ്മുടെ മനസ്സിൽ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തു നോക്കി. യൂസഫ് അലൈഹിസ്സലാമയുടെ ഒരു കഥ പറഞ്ഞു തരുന്നുണ്ട് ഖുർആൻ. അദ്ദേഹം ആ കൊട്ടാരത്തിൽ ഉണ്ടായ ഒരു അസ്വസ്ഥതയുടെ പേരിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം, ഞാൻ ആ കഥ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾക്കറിയാം. അവസാനം അദ്ദേഹം ജയിൽ തെരഞ്ഞെടുത്തു. അവിടുന്ന് അദ്ദേഹം പറഞ്ഞെന്തറിയോ? എന്റെ റബ്ബ് ഏതോ ഒരു സാഹചര്യത്തിൽ നിന്ന് എന്നെ കൊണ്ടുവന്ന് ഇവിടെ ഇത്രയും ഉയർന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചു തന്നിട്ട് ആ റബ്ബിനോട് പൊരുത്തമില്ലാത്ത, അവന് തൃപ്തിയില്ലാത്ത ഒരു കർമ്മം എന്റെ അടുക്കൽ വന്നു പോവുകയോ? ആണുങ്ങൾ എന്ന നിലയിൽ ഞാനുങ്ങളൊക്കെ ഒരുപക്ഷെ എന്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നു, ഞാൻ അങ്ങനെ പെട്ടുപോയി എന്ന ഒരു ന്യായം പറഞ്ഞൊപ്പിക്കാൻ പറ്റാവുന്ന ഒരു ചെറിയ കാര്യത്തിൽ യൂസഫ് അലൈഹിസ്സലാം വർണ്ണിച്ച രൂപം നോക്കിയേ. ഞാനുങ്ങളും ചില്ലറക്കാരൊന്നുമല്ല. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ എത്രയോ ഉയർന്ന പദവിയിൽ തന്നെയല്ലേ ഉള്ളത്. ആ എന്നെ എന്ന നിലയ്ക്ക് നമ്മൾ നിങ്ങനെ വെച്ച് ചിന്തിച്ചു നോക്ക്. എന്റെ റബ്ബിന് പൊരുത്തമില്ലാത്തതിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? നമ്മൾ തേടണം, അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മർ റഹീമീൻ, പടച്ചോനെ നീ തന്ന അനുഗ്രഹങ്ങൾ നിലനിർത്തി തരണേ, അങ്ങനെയും തേടണം. കൂടുതൽ അസ്വസ്ഥതകളില്ലാതെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ അച്ചറകിനടിയിൽ കഴിഞ്ഞുകൂടാൻ സൗഭാഗ്യം തരണേ എന്ന് പറയണം. അള്ളാഹ് തന്ന റഹ്മത്ത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല, സമയമില്ല. ദീൻ അള്ളാഹുവിന്റെ വലിയ കാരുണ്യത്തിന്റെ അടയാളമാണ്. ദീൻ അനുസരിച്ച് ജീവിച്ചാൽ തന്നെ നമ്മുടെ ജീവിതം സുഭദ്രവും ശാന്തി നിറഞ്ഞതും
അഭിവൃദ്ധി നിറഞ്ഞതുമായി തീരുമെന്ന് മാത്രമല്ല, പരലോകത്ത് അതിന്റെ ഏറ്റവും വലിയ നേട്ടം നമുക്ക് അനുഭവിക്കാനും കഴിയും. ഈ ദീനിന്റെ വക്താക്കൾ ഉള്ളിടത്ത് ഒരു ജീവികളും അക്രമത്തിന് വിധേയമാകില്ല. ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എവിടേക്കും ചേർത്തോളി. അത്രയാണത് പറഞ്ഞു തരുന്നത്. കാരണം ഇശാറത്ത് മതിയാവും. ഈ ദീനിന്റെ വക്താക്കൾ ഉള്ളിടത്ത് ഒരു ജീവിയും അക്രമത്തിന് വിധേയമാകില്ല. കടുത്ത ശത്രുക്കളുമായി യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നാൽ പോലും ശത്രുരാജ്യത്തെ സാധാരണക്കാരെയോ വൃദ്ധരെയോ സ്ത്രീകളെയോ മക്കളെയോ ആക്രമിക്കരുതെന്ന് മാത്രമല്ല, ഒരു മരത്തിന്റെ ചില്ല പോലും അനാവശ്യമായി വെട്ടി നശിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ച, ശക്തമായി പഠിപ്പിച്ച വ്യവസ്ഥയാണ് അള്ളാന്റെ ദീൻ എന്ന് പറയുന്നത്. പിന്നെന്തായിരിക്കും നമ്മളൊക്കെ കേൾക്കുന്നതിന്റെ പിന്നിലും ചില ഗൂഢ താല്പര്യങ്ങൾ ഉണ്ടാകാം. അള്ളാഹു സകല മുസീബത്തുകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ ഉമ്മത്തിനെയും നമ്മുടെ മക്കളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കാരുണ്യഭാവം, ആ കാരുണ്യഭാവമാണ് അള്ളാഹു നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ റഹ്മത്തിന്റെ അള്ളാഹുവോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഒറ്റ വാക്കുകൂടി, ഇടതടവില്ലാതെ അള്ളാഹുവിൽ നിന്ന് റഹ്മത്ത് കിട്ടുമ്പോ ഇടയാളന്മാരില്ലാതെ അള്ളാഹനെ വിളിക്കാനും നമുക്ക് കഴിയണം. ഇങ്ങനെ ഇടതടവില്ലാതെ റഹ്മത്ത് കിട്ടുന്നു, ഇടയാളന്മാരില്ലാതെ ആ അള്ളാഹുവിനെ നേരെ വിളിച്ച് അള്ളാഹുവിലേക്കുള്ള ഒരു അടുപ്പം ശക്തമായ മുഅ്മിനീങ്ങളായി തീരാൻ നമുക്ക് കഴിയണം. നമ്മിൽ നിന്ന് മറ്റുള്ളവർ അനുഭവിക്കുന്ന എല്ലാ കാരുണ്യങ്ങളും അള്ളാഹു നമ്മൾ വിശ്വസിച്ച് എന്ന ദീൻ ഉൾക്കൊണ്ടു എന്നതിന്റെ ആ കാരുണ്യത്തിന്റെ ഭാവമാണ്. ആ ഭാവം ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണം. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം, നന്നായി പ്രാർത്ഥിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. ആ വാക്ക് ചൊല്ലുമ്പോ ഈ ഭാവങ്ങൾ ഇങ്ങനെ മനസ്സിൽ വരണം. അള്ളാഹ് നമ്മൾ കൂടുതൽ പഠിക്കണം. റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിന വഹബീബിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു നൂറ്റാണ്ട് മുമ്പ്, അല്ലെങ്കിൽ ഒരു 50-60 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ ദീനിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചെറുതായി പഠിക്കണം. അന്ന് ഞാൻ വേഗത്തിൽ പറഞ്ഞു, അന്ന് ഖുർആനിന്റെയും ഹദീസിന്റെയും സ്ഥാനം നമ്മുടെ ഉമ്മത്തിൽ എന്തായിരുന്നു എന്നൊന്ന് പഠിച്ചു നോക്കിയേ. പരിശുദ്ധ ഖുർആൻ ജീവിത പ്രമാണമാണ് എന്ന് പോലും മനസ്സിലായിരുന്നില്ല. എല്ലാവരും ഖുർആൻ പാരായണം ചെയ്യേണ്ടതാണെന്ന് പോലും നമ്മുടെ ഉമ്മത്തിങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം പാരായണത്തിന് ചില ആളുകളെ നിശ്ചയിച്ചിരുന്നു. അവർക്കാണ് നമ്മൾ ഈ മുക്കിരി പിന്നെ അങ്ങനെ വന്നത്. അയാൾ വരും, അയാൾ വീട്ടിൽ ഓതിയിട്ട് ആ ഓത്ത് കഴിഞ്ഞ് പായ മടക്കി വെച്ചാണ് അയാൾ പോവുക. പിന്നെ ഖുർആൻ ഓതിയിരുന്നത് മരിച്ച മയ്യത്തിന്റെ അടുക്കൽ വെച്ചാണ്. പിന്നെ നല്ല ഖുർആൻ പാരായണം കേൾക്കുന്നത് പലയിടത്തും എവിടെയാണ്? പല മക്ബറകൾ ഖബറിന്റെ മുകളിലാണ്. പറഞ്ഞത് അത് ഖുർആൻ ജനങ്ങളുടെ ജീവിത രേഖയാണെന്ന് പോലും അറിഞ്ഞിരുന്നില്ല. അന്ധവിശ്വാസങ്ങള്, അനാചാരങ്ങള്, മാലയും മൗലീദും സിഹറും ഏലസും മാട്ടും മന്ത്രണവും കുട്ടിച്ചാത്തൻ സേവകളും മാത്രമായിരുന്നു ഒരു കാലഘട്ടത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആയിത്തീരാൻ ഇന്ന് നമ്മൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ മാറിയിട്ട് ഇന്ന് എത്തിപ്പെട്ട ഒരു സാഹചര്യം ശരിക്കും ഇങ്ങനെ ആലോചിച്ചു. ഒറ്റ വാക്കില് ഖുർആനാണ് നമ്മുടെ ജീവിത രേഖ എന്ന് നമുക്കറിയാം. അൽഹംദുലില്ലാഹ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കണമെന്നറിയാം, അല്ലേ? എഴുത്തും വായനയും പാടില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് വരെയുള്ള ഫത്വകൾ ഒരു കാലത്ത് നാട്ടിൽ ഉണ്ടായിരുന്നു. അങ്ങനെ 3-4 ക്ലാസുകൾ പഠനം കഴിഞ്ഞാൽ കെട്ടിക്കാൻ വേണ്ടി നേർച്ചയാക്കിപ്പെട്ടിരുന്ന കുട്ടികളായിരുന്നു നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഉണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹ്. അവിടെ നിന്നൊക്കെ മാറിയിട്ട്
ആരാധനാ സ്വാതന്ത്ര്യങ്ങളും സ്വത്തവകാശങ്ങളും ഒക്കെ കിട്ടിയിട്ട് ഇന്ന് നമ്മൾ അസൂയപ്പെടുന്ന ഒരു തലത്തിലേക്ക് എത്തി. അപ്പൊ ഈ ചില ഡോക്ടർമാരിലേക്കൊക്കെ ഇതിങ്ങനെ പല അസ്വസ്ഥതകളും ചേർത്തി പറയുന്നുണ്ടല്ലോ. പല അസ്വസ്ഥതകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു പക്ഷേ വളരെ ഗൂഢലക്ഷ്യത്തോടുകൂടെ പഠന മികവുകളെ ഇകഴ്ത്തി കാണിക്കാനും വേറെ പല ദുരുദ്ദേശങ്ങളും വെച്ചുകൊണ്ടായിരിക്കാം ഒക്കെ ചെയ്യുന്നത്. ഞാൻ ഈ സൂചിപ്പിച്ചത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതൊന്നുമല്ല ഇത്. നമ്മുടെ തലമുറക്ക്, നമ്മുടെ മക്കൾക്ക് ഇത് പറഞ്ഞാൽ അറിയില്ല. ജാഹിലിയത്ത് എന്താന്ന് മനസ്സിലാക്കാത്തവന് ഇസ്ലാം എന്താന്ന് മനസ്സിലാവില്ല. ഇരുളെന്താന്ന് മനസ്സിലാകാത്ത ഒരാൾക്ക് വെളിച്ചത്തിന്റെ വിലയും അറിയില്ല. എന്നതുപോലെ നമ്മുടെ മുൻഗാമികൾ ത്യാഗസമ്പൂർണമായി കൈവരിച്ച ഈ പ്രകാശം അവരനുഭവിച്ച ഒരുപാട് പ്രയാസങ്ങൾ അല്ലെ, അവര് അധ്വാനിച്ചുണ്ടാക്കിയ ഇപ്പോഴത്തെ ഈ ചുറ്റുപാട് അൽഹംദുലില്ലാ അവരുടെ കഠിനാധ്വാനങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ മാർഗത്തെ പിന്തുടർന്ന് അവര് നമുക്കൊരു വഴി വെളിച്ചം തന്നതിന്റെ പേരിലാണ് ഇന്ന് ഞാനും നിങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഈ തലമുറക്ക് വേണ്ട രൂപത്തിൽ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കാരണന്മാർ നമ്മുടെ കയ്യിൽ ഈ വെളിച്ചം തന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നടക്കാൻ കഴിഞ്ഞത്. നമ്മളത് കൃത്യമായി നമ്മുടെ മക്കളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഭയങ്കര അപകടമാണ് ഉണ്ടാവുക. അതുകൊണ്ട് മുൻഗാമികൾ തന്ന പ്രചോദനം, ഏതെങ്കിലും നിലക്കുള്ള അസ്വസ്ഥതകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ മറന്നിട്ട് ഒന്നിച്ചു നിൽക്കാൻ കഴിയാന്ന് പറയുന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും ആവശ്യം. ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഒരുപടി അപകടങ്ങൾ ഉണ്ടാകുമെന്ന് സമകാലിക സാഹചര്യങ്ങൾ നമുക്ക് വിളിച്ചോതി തരുമ്പോ ഈ വെളിച്ചം മക്കളിലേക്ക് കൂടി എത്തിച്ചു കൊടുത്ത് ഒന്നിച്ചു നിന്ന് ദീനീ പ്രവർത്തന മേഖലകളിൽ മുന്നോട്ട് പോവാൻ കഴിയണം. ഒരു നൂറ്റാണ്ട് കാലം മുമ്പ് കേരള ജംഇഅത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടന പ്രസ്ഥാനം തുടങ്ങി വെച്ച ഈ വെളിച്ചമാണ് അൽഹംദുലില്ലാ ഒരു നൂറ്റാണ്ടിന്റെ ശോഭയോടെ നമ്മുടെ കൈകളിലുള്ളത്. ആ ഒരു കൂടിച്ചേരൽ കൂടി ഞായറാഴ്ച കോഴിക്കോട് വെച്ച് അതിനൊരു സംഗമമുണ്ട്. അതിലും കഴിയുന്നവരെല്ലാവരും പങ്കെടുക്കുക. അത് മാത്രമല്ല, ഈ വെളിച്ചം നമ്മുടെ മക്കളിലേക്ക് കൂടി എത്തിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാൻ കഴിയണം. കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം. തൗഹീദും സുന്നത്തുമാണ് നമ്മുടെ ജീവവായു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മുടെ കാരണവന്മാര് അവരെ മഹാന്മാരായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അവരനുഭവിച്ച പരിശ്രമങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന്റെ സഹായവും രക്ഷയും സദാസമയം അള്ളാഹു നമ്മുടെ മേൽ ഓരോരുത്തരുടെയും മേൽ പ്രദാനം ചെയ്യുമാറാവട്ടെ, വർഷിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഇന്നുകൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ അത്രക്കാർ ആളുകൾ ഉണ്ടാവും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ നമ്മുടെ സഹോദരങ്ങൾക്കും അവരുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കി ആഫിയത്തോടുള്ള ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. സകല മുസീബത്തുകളിൽ നിന്ന് നമ്മളെയും നമ്മളുടെ കുടുംബങ്ങളെയും ഉമ്മത്തിനെയും അള്ളാഹു രാജ്യത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ലോകം വിട്ടു പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് റഹ്മാനായ റബ്ബിനെ മനസ്സ് നിറയെ ഉൾക്കൊണ്ടുകൊണ്ട് പിരിഞ്ഞു പോവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب دعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.